നമ്മൾ തോറ്റെങ്കിലും കറന്റ് നമ്മളിപ്പോ EFL ചാമ്പ്യൻഷിപ്പ് ടേബിളിലെ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൈൻ ചെയ്ത നമ്മളെ സാന്റിനോ നെക്സ്റ്റ് ലിയണൽ മെസ്സി ഈസ് ഓൾസോ ലുക്കിംഗ് ഗുഡ്. ചങ്ങ അത്യാവശ്യം ഗോൾ അടിച്ചിരുന്നു എനിക്ക് സംശയമാണ്. അസിസ്റ്റും പാസസും ഡ്രിബ്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഇന്ന് നമുക്കൊരു ഇമ്പോർട്ടന്റ് എപ്പിസോഡാണ് ഗൈസ്. നമ്മളിപ്പോ ആ ഒരു ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കൂടെ ഫസ്റ്റോ സെക്കൻഡോ ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ആവാനുള്ള ചാൻസസ് കുറച്ചും കൂടെ കൂടുന്നതായിരിക്കും. കാരണം ഇന്നത്തോടു കൂടി നമ്മൾ സീസൺ പകുതി വരെ എത്തിക്കുന്നതായിരിക്കും. ആദ്യത്തെ കളി നമ്മൾ വൈക്കോം വോണ്ടേഴ്സിന്റെ കൂടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, കഴിഞ്ഞ സീസണിൽ നമ്മളെ ലീഗിലെ ചാമ്പ്യൻസ് ആയിരുന്നില്ല ഇവര്. അതായത് നമ്മളെ ലീഗിൽ ഉണ്ടായിരുന്നവരാണ്. അവരിപ്പോ 24ാം സ്ഥാനത്താണ്. നമ്മളാണെങ്കിൽ ടേബിൾ ടോപ്പേഴ്സും. സോ നമ്മളെ ലെവല് മാറിപ്പോയി. അവരാണെങ്കിൽ ആ പഴയ ലെവൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഈസി ആയിട്ട് 3-1 തോപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഗൈസ്. ഹിമിനസും എംബൂപ്പും ആണ് നമുക്ക് വേണ്ടി ഗോൾസ് സ്കോർ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ മാച്ചസ് സിമുലേറ്റ് ചെയ്യുന്നത് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. അവർക്ക് നമ്മൾ കളിക്കുന്നത് കാണാനാണ് ആഗ്രഹം. പക്ഷേ ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മളെ മാച്ച് കാലണ്ടർ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കളിച്ച എല്ലാ ലീഗ്സിലും എല്ലാ ഡിവിഷൻസിലും 24 ടീംസ് ഉണ്ട്. പ്രീമിയർ ലീഗ് പോലെയോ ബാക്കി ലീഗ് പോലെയോ 20 ടീംസ് അല്ല 24 ടീംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീസണിൽ ലീഗ് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് 46 മാച്ചസ് വരും. ആ 46 മാച്ചസും ഞാൻ കളിക്കുകയാണെങ്കിൽ ഏത് കാലത്താണ് ഒരു സീസൺ അവസാനിക്കാൻ നിങ്ങൾ നോക്കണം. പിന്നെ അതേപോലെ നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഭൂരിഭാഗം പേർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. അതിനുവേണ്ടി മാത്രം കാത്തിരുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിലുള്ള എല്ലാ കളികളും കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് റീച്ച് കുറവാണ്. ഉള്ള റീച്ചും കൂടെ ഒന്നുകൂടെ പോകും. സോ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രൊമോഷൻ നേടി ആ ഒരു പ്രീമിയർ ലീഗിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. അങ്ങനെ ഈ ഒരു സീസണിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സീസൺസ് തീരണം. അതിന് എല്ലാ കളികളും കളിച്ചാൽ ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എനിക്കും കളിക്കാൻ തന്നെയാണ് താല്പര്യം. പ്രീമിയർ ലീഗ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സിമുലേഷൻ നടക്കില്ല. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് പ്രീമിയർ ലീഗ് എത്തണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോണ ബെററ്റിനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഓഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്ത് അടുത്ത ട്രാൻസ്ഫർ വിൻഡോ ആവാനായി. എന്നാലും ഈ ഒരു ഓഫർ അത്യാവശ്യം മോശമില്ലാന്ന് തോന്നുന്നു. നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് 1.5 മില്യൺ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ എന്തായാലും റിട്ടേൺ ഒരു ഓഫർ വിട്ടിട്ടുണ്ട്. 1.5 മില്യൺ ചോദിച്ചോണ്ട് ഓരെന്താ പറയുന്നത് നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ലൂട്ടൺ ടൗണിന്റെ കൂടെയാണ്. സതാംപ്ടനെ പോലെ അവർ അത്രക്ക് ടൈറ്റ് ടീമൊന്നുമല്ല. ഈവൻ ദോ ദേവേ ഇൻ പ്രീമിയർ ലീഗ് ലാസ്റ്റ് സീസൺ. അതുകൊണ്ട് ഞാൻ വികാസ് വിമനത്തിനെയും വിപിൻ മോഹനെയും അവരെല്ലാം തന്നെയാണ് ഇറക്കുന്നത്. ഇനി സതാംപ്ടൺ വരുമ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ കളിയിൽ ചെയ്ത പോലെ ഡ്രിൻസിച്ചിന് ഇറക്കാണ്ടിരിക്കൂല ഗൈസ്. നമ്മളെ അടുത്തുള്ള ഹയസ്റ്റ് റേറ്റഡ് CBCയിൽ ഒരാളാണ്. ഓൻ ഇറക്കാത്തതായിരുന്നു നമ്മൾ കുറെ ഗോൾ കൺസിഡർ ചെയ്യാൻ കാരണമായത്. പക്ഷേ ഈ ഒരു കളി ഐ തിങ്ക് വി ക്യാൻ വിൻ ദിസ്. നമ്മൾ സൈൻ ചെയ്ത സാന്റിനോ എല്ലാം ഉഗ്രം പെർഫോമൻസ് ആണ്. അതേപോലെ നമ്മളെ ബാക്കി എല്ലാവരും എംബൂപ്പാണ്, എല്ലാവരും ഉഗ്രം പെർഫോമൻസ് ആണ്. പക്ഷെ നമ്മൾ ലോണിൽ ഒരു ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി. കാരണം ഗോളൊന്നും അടിച്ചിട്ട് എനിക്ക് ഒരു പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഓനും കൂടെ ഒന്ന് നല്ലൊരു ഫോമിലേക്ക് ഉയർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. നമ്മൾ ഹിമിനസിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഹിമിനസ് തന്നെ ഗോൾ അടിക്കുന്നു.